അതെങ്ങനെയല്ലോ അത് വാങ്ങണമല്ലോ. ഞാൻ എൻ്റെ വണ്ടിയത്. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പം ചങ്ങനാശ്ശേരിയിലാണുള്ളത്. അപ്പം എന്തുകൊണ്ട് അവൻ ഇടുക്കി നിന്നിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് പോയിട്ട് വ്ളോഗ് എടുക്കുന്നു എന്ന് ചിന്തിക്കുന്നവരോട് എല്ലാം പെട്ടെന്നായിരുന്നു എന്നാണ് എനിക്കുള്ള മറുപടി. ഞാൻ സത്യം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ്. എനിക്ക് ഇതുവരെ ഇപ്പോഴാണ് എനിക്കൊന്ന് ഇൻട്രോ എടുക്കാൻ ടൈം കിട്ടുന്നത്. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഒന്ന് പോയി ചെറിയ എന്തെങ്കിലും കഴിച്ചിട്ട്, ഞാൻ എന്തെങ്കിലും നല്ലപോലെ കഴിക്കണമെന്ന് നോക്കും. പക്ഷേ ഇപ്പം ട്രെയിൻ വരുന്നത് കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് വരാം. എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പലർക്കും തോന്നിയേക്കാം. അതായത് ഞാൻ എന്തെങ്കിലും കുറേ വീഡിയോസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഞാനതിൻ്റെ വിശദങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നെങ്കിലും മനസ്സിലാവും. ഒരു 2-2.5 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യം പറഞ്ഞാൽ ഒരു ഏപ്രിൽ 20-ാം തീയതി ഞാൻ കൊല്ലത്തൊരു യാത്ര പോയി. കൊല്ലം തിരുവനന്തപുരമൊക്കെ കവർ ചെയ്തൊരു യാത്ര പോയി. 21-ാം തീയതി എനിക്കൊരു കല്യാണമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം മുന്നേ യാത്ര സ്റ്റാർട്ട് ചെയ്ത് 21-ാം തീയതി കല്യാണം കൂടി വൈകുന്നേരം റിട്ടേൺ നമ്മുടെ നാട്ടിൽ വരാമെന്ന് ഓർത്തിട്ടായിരുന്നു ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 20-ാം തീയതി വൈകുന്നേരം കറങ്ങിയെല്ലാം കഴിഞ്ഞ് കല്യാണ വീട്ടിൽ എത്താറായപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിച്ചു. വണ്ടി ഓണാവുന്നില്ലായിരുന്നു. 21-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഷോറൂമിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയില്ല. കല്യാണമൊക്കെ കൂടി സമാധാനപരമായിട്ട് തിങ്കളാഴ്ച ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ പത്തനാപുരം ഷോറൂമിൽ ആ വണ്ടി കൊണ്ടെത്തിച്ചു. അങ്ങനെ ആ വണ്ടിയോട് ഇരുന്നു. എനിക്ക് അപ്പം വണ്ടി ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ECU എന്ന് പറയുന്ന സാധനം പോവായിരുന്നു. അപ്പം ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരെ തൊടുപുഴ ഷോറൂമിൽ വിളിച്ച് അവരുമായി ബന്ധപ്പെട്ട് അവർ പത്തനാപുരം ഷോറൂമുകാരെ കോൺടാക്ട് ചെയ്ത് കൊല്ലം ഷോറൂമുകാരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടാണ് വണ്ടി ഒന്ന് അവർ തന്നെ ഇടപെട്ട് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു 1 മാസം 1.5 മാസത്തോളം പിടിച്ചു ആ വണ്ടി ഒന്ന് റെഡിയാവാൻ. സാധനങ്ങളെല്ലാം പാർട്സ് എല്ലാം വന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വണ്ടി ഓണാക്കിയപ്പം ഡെഡായി, വണ്ടിയുടെ ബാറ്ററി ഡെഡായി. അങ്ങനെ ബാറ്ററിയും എനിക്ക് 3 മാസം മുന്നേ വാങ്ങിച്ചതായതുകൊണ്ട് അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, ഒരു തരത്തിലും മാറിയെടുക്കാൻ പറ്റുന്നില്ല. ബാറ്ററി ഇങ്ങോട്ട് ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പം ഞാൻ ബാറ്ററി ഇങ്ങോട്ട് എങ്ങനെയും കൊടുത്തു വിടാൻ വരെ നോക്കി. പക്ഷേ ഇനിയും പറ്റുന്നില്ല. എന്ത് ചെയ്താൽ ഓരോ തടസ്സങ്ങളായിട്ട് നീങ്ങുവാണ്. അപ്പം പിന്നെ ഞാൻ എന്നായതെന്നറിയോ, ഇന്നലെ ഞാൻ രാവിലെ ചുമ്മാ നമ്മുടെ ഒരു ഇക്കാടത്ത് ചോദിച്ചു, നമുക്കൊരു ചെറിയൊരു ബാറ്ററി വാങ്ങിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ ആ പഴയ ബാറ്ററി നമ്മൾ കൊണ്ട് മാറിയതിന് ശേഷം ആ ബാറ്ററി ക്ലെയിം ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റെടുക്കാൻ പറ്റുമോ, നമുക്ക് അതിൻ്റെ ക്യാഷ് എടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ എന്നാൽ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. പുള്ളി മുഖേന തന്നെ ഞാൻ തൂക്കാലം ടൗണിൽ പോയി ഒരു ബാറ്ററി വാങ്ങിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ ഒരു സെക്കൻഡ് ഹാൻഡ് ബാറ്ററി ഉണ്ട്, 10,000 രൂപ എന്നാൽ നീ എടുത്തോണ്ട് പോകുക, നിൻ്റെ റഫ് യൂസിനല്ലേ, നീ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഒരു 10-11 മണിയോടുകൂടി തീരുമാനിച്ചു. ഞാൻ സത്യം പറഞ്ഞ ഒരു 2 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബസ് യാത്ര ഇച്ചിരി കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങോട്ട് ചെറിയൊരു മടുപ്പ് പോലെ ഫീൽ ചെയ്തു. കാരണം ഞാൻ നേരെ പോകുന്നത് ശാസ്താംകോട്ടയ്ക്കാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അവൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന്, അതായത് വ്യാഴാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് പത്തനാപുരം ഷോറൂമിൽ പോയി വണ്ടി എടുക്കുക, ബാറ്ററി കൊടുത്ത് വണ്ടി എടുക്കുക എന്നതായിരുന്നു എൻ്റെ പ്ലാന്. അതുകൊണ്ട് തന്നെ ഞാൻ മുണ്ടക്കയത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്ലാൻ ഞാൻ മാറ്റി. ബസ്സിൽ പോകാമെന്നുള്ള പ്ലാനേ ഞാൻ മാറ്റി. ഞാൻ നേരെ മുണ്ടക്കയത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത്, മുണ്ടക്കയം വരെ ടിക്കറ്റ് എടുത്തിട്ടുള്ളായിരുന്നു. മുണ്ടക്കയത്ത് നിന്ന് ഞാൻ കോട്ടയം പോകാൻ വേണ്ടി നോക്കി. പക്ഷേ മുണ്ടക്കയത്ത് നല്ല തിരക്ക് കാരണം കോട്ടയത്ത് ഞാൻ എത്തത്തില്ല. എനിക്ക് 6:40 ട്രെയിൻ മിസ്സാവുകയും ചെയ്യും. ആ ട്രെയിന് ചങ്ങനാശ്ശേരിയിൽ ഒരു 7 മണിയോടുകൂടി എത്തും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ കറക്റ്റ് സമയത്ത് ഞാൻ ഓടുന്ന കാണുന്നത്. ഞാൻ ഇതിനു മുന്നേ പോയേക്കുന്ന ട്രെയിനൊക്കെ ഞാനൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വരേണ്ട സമയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ട്രെയിനിൽ കയറിയിട്ടുള്ളത്.
പക്ഷെ ഈ ട്രെയിൻ മാത്രം കറക്റ്റ് ടൈമിൽ ഓടി. ഞാൻ 7 മണിക്ക് ട്രെയിൻ അവിടെ എത്തുമെന്ന് കണ്ടു. 7 മണിക്ക് കറക്റ്റ് എത്തുന്ന വണ്ടിയിൽ കയറുന്നു. 7:05 ആകുമ്പം ചങ്ങനാശ്ശേരിയിൽ വണ്ടി എത്തുന്നു. 7:05 ആയപ്പോഴത്തേക്ക് ട്രെയിൻ അവിടെ നിന്ന് പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ട്രെയിൻ 8:30-ക്കാണ്. ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തു, ചങ്ങനാശ്ശേരി എറൗണ്ട് ഒന്ന് ചുറ്റി നേരെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം തന്നെ അവിടുത്തെ ടിക്കറ്റ് എടുത്തിരുന്നു. 35 രൂപ എങ്ങാണ്ടായിരുന്നു ചങ്ങനാശ്ശേരി ടു ശാസ്താംകോട്ട. ഒരു 5-10 മിനിറ്റ് വൈകി ഒരു 8:40 കൂടി തന്നെ നമ്മുടെ ട്രെയിൻ വരികയും ചെയ്തു. നമ്മളങ്ങനെ ശാസ്താംകോട്ട എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനിയും നമ്മുടെ ഒരു കൂട്ടുകാരൻ വരും വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട്. അവൻ എന്നാലും അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അവൻ്റെ വീട്ടിലേക്കുണ്ട്. അവൻ്റെ വീട്ടിലാണ് ഇന്ന് സ്റ്റേ. അപ്പം ഇവിടെ ഒരു 9:55 കൂടിയിട്ട് എത്തി. ഇനിയിപ്പോൾ അവൻ വരുന്നൊരു താമസമേ ഉള്ളൂ. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങ് പോയേക്കാം. പിന്നെ അവനൊരു 10 മിനിറ്റ് എനിക്കൊരു ഒരു ചെറിയ പോസ്റ്റ് തന്നെങ്കിലും അവൻ കറക്റ്റ് ടൈമിൽ വന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് താമസിച്ച് കറക്റ്റ് ടൈമിൽ അവൻ വന്നു. അവൻ അപ്പം തന്നെ എന്നെ പൊയ്ക്കൊണ്ട് പോയി. നേരെ എനിക്ക് വിശക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ചെറുതായിട്ടില്ലേ കഴിച്ചുള്ളൂ. അപ്പം എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. വീണ്ടും വിശക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞാൽ എന്തോ വേണ്ടേ, വീട്ടിൽ ചെന്നാൽ പത്തിരി ഉണ്ട്, നിനക്ക് വേണേൽ വാങ്ങിച്ചാൽ എന്തോ വെള്ളം അൽഫാമും മന്തി എന്തോ വെള്ളം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പിന്നെ നമുക്കൊരു അൽഫാം കഴിച്ചേക്കാം. നമ്മുടെ കൂട്ടുകാരന്മാരെ ചക്കുള്ളിൽ പുതിയൊരു ഷോപ്പ് തുറന്നായിരുന്നു. അവിടെ കയറി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് കഴിച്ചു. അവിടുന്ന് അൽഫാമും കഴിച്ചു. അൽഫാം അവൻ കഴിച്ചില്ല കേട്ടോ. അവനൊരു നമ്മുടെ ഒരു കൂട്ടുകാരൻ വിരുന്ന് വന്നേക്കുന്നതുകൊണ്ട് അവൻ്റെ കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് അവൻ കഴിച്ചില്ല. ഞാൻ മാത്രം അവിടുന്ന് അൽഫാം കഴിച്ചുള്ളൂ. കഴിച്ചിട്ട് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് ഒരു ചെറിയൊരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊരു കടയിൽ കയറി വെള്ളവും കുടിച്ചു. നമ്മുടെ അങ്ങനെ 2 സാധനം വന്നിട്ടുണ്ട്. അവൻ്റെ അവിൽ മിൽക്കും വന്നിട്ടുണ്ട്. അവനെനിക്ക് അൽഫാം വാങ്ങിച്ചു തന്നുകൊണ്ട് ഇതിൻ്റെ പൈസ ഞാൻ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവൻ ഏറ്റവും വലുതും ഞാൻ പിന്നെ ചെറുതും ഒരെണ്ണം ഓർഡർ ചെയ്തു. ഇത് എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അവൻ്റെ വീട്ടിലാണ്. അവൻ്റെ വീട്ടിലൊരു 12 മണിയോടുകൂടി ചെല്ലുന്നു. അവിടെ ചെന്ന് പിന്നെ അവന് ഒത്തിരി ഒരു 2 മാസം കൂടി കാണുന്നതാണ്. അപ്പം അവനോട് ആ ഒരു ലെവലിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ ഒരു 1 മണിയോട് കൂടിയിട്ടായി. പിന്നെ എനിക്കാണ് സത്യം പറഞ്ഞാൽ എന്താണ് വണ്ടി നാളെ കിട്ടുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ പിന്നെ യാത്ര ചെയ്ത ഒരു ക്ഷീണമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഒത്തിരി വട്ടം എഴുന്നേൽക്കുന്നു, രാത്രി മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്നു, കിടക്കുന്നു, എന്ത് ചെയ്തിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു തരത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫോണും പിടിച്ചുകൊണ്ട് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് ഇങ്ങനെ ഗായ്സ് ഇതാണ് അവൻ്റെ വീടെന്നും പറഞ്ഞൊരു വീഡിയോ വരുന്നുണ്ട്. ഗായ്സ് ഇന്നലെ നമ്മൾ രാത്രി കിടന്ന വീടാണ് ഇത്. അവൻ്റെ അത്താടമ്മയുടെയാണോ അമ്മാടത്താട വീടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ആ വീട്ടിലാണ് ഇന്നലെ കിടന്നത്. അവർ പുതിയ വീട് വെക്കുന്ന സ്ഥലമാണിത് ഈ കാണുന്നത്. സത്യം പറഞ്ഞ് ഇന്നലെ രാത്രി ഏതൊക്കെ ഇടവഴി കയറിയാണ് വന്നത്. പക്ഷേ വന്ന് കയറിയപ്പോഴത്തേക്ക് ഇത്രയും നല്ലൊരു സ്ഥലത്തിലേക്ക് എത്തിപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നോക്കാൻ. ഇതുണ്ടോ റബ്ബറും കാടാണ്. രാവിലെ തന്നെ പശുവാനെയൊക്കെ തീറ്റുന്നു. അവൻ്റെ വീടിനകത്തോട്ടുള്ള ഞങ്ങൾ ഇന്നലെ നൈറ്റ് കയറിപ്പോയെന്ന് പറഞ്ഞ വഴിയാണ് ഇതേ. എന്നാ രസമാണെന്നറിയോ, രാത്രി പോയപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ പോയതുകൊണ്ട് ഇത്ര വലിയ സെറ്റപ്പാണെന്ന് അറിഞ്ഞില്ലേ. ഞങ്ങൾ രാവിലെ ബ്രഷ് വാങ്ങാൻ വേണ്ടി പല്ല് തേക്കാൻ ബ്രഷ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം കാണുന്നത്. നമ്മുടെ ഇടുക്കിക്കാരൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതേ. 8:30 ഞാൻ അവനെയും കുത്തിപ്പൊക്കി. ഞാനൊരു 7:30 ആയപ്പോഴത്തേക്ക് ഉറക്കം ഇല്ല, പ്രോപ്പറായിട്ട് ഉറക്കമില്ല എങ്കിൽ പോലും 7 ആയപ്പോൾ ഞാൻ മൊത്തത്തിൽ എഴുന്നേറ്റായിരുന്നു. പിന്നെ 8:30 ആയപ്പോൾ അവനെയും കുത്തിപ്പൊക്കി. ഞാൻ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിക്കാൻ നിന്നില്ല, നേരെ പോയി പത്തനാപുരത്തോട്ട് വണ്ടി എടുത്തപ്പോഴത്തേക്ക് നല്ല മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. പിന്നെ ഞാൻ അവിടെ കടയിൽ വീണ്ടും കയറി നിന്ന് കുറച്ച് നേരം സമയം പോയി. പെട്ടെന്നൊരു കാലാവസ്ഥ ചേഞ്ച്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ, പിന്നെ പെട്ടെന്നൊരു വെയിലായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അവൻ്റെ കടയിൽ വന്നിട്ട് നമ്മൾ ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ബൈക്കിന് പോയാലേ നമ്മൾ ഓടി എത്തത്തുള്ളൂ. അങ്ങനെ ഏറ്റവും അവസാനം
10:30 നമ്മൾ പത്തനാപുരം ഷോറൂമിൽ എത്തുന്നത്. പിന്നെ ഞാൻ ബാറ്ററി കൊടുത്ത് വണ്ടി അവിടുന്ന് അവർക്ക് ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞു. ആ ടൈമിൽ വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണോ എനിക്ക്. പിന്നെ ഞാൻ ഏറ്റവും അവസാനം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് പള്ളിയിൽ പോകണം. ആ സമയത്താണ് അവർ വണ്ടി എടുക്കാൻ വരാൻ പറഞ്ഞത്. ഞാൻ പിന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞാൽ നീ വന്ന് വണ്ടി എടുത്തോ, നിൻ്റെ വണ്ടി ഞാൻ ഓടിച്ചോളാം, ഞാൻ എൻ്റെ കയ്യിലിരിക്കട്ടെ, എന്നിട്ട് നീ എൻ്റെ വണ്ടി തരുമ്പോഴത്തേക്ക് ഞാൻ ഈ വണ്ടി തന്നേക്കാം, അതുവരെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണം, വണ്ടി ഇല്ലളിയാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ വണ്ടി എടുത്ത് അവൻ്റെ വണ്ടിയിലായിരുന്നു ഞാൻ പള്ളിയിലും കാര്യങ്ങളും ഒക്കെ പോയത്. അതിനുശേഷം പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കുളിച്ച് റെഡി ആയിട്ടാണ് ഞാൻ പള്ളിയിൽ പോകണം. അതിനുശേഷം നേരെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവൻ്റെ ബാഗ് വാങ്ങിച്ചിട്ടായിരുന്നു ഞാൻ വരണത്, ഇടുക്കിയിലേക്ക് വരണത്. ആ ബാഗ് തിരിച്ചു കൊടുക്കുന്നു, സാധനങ്ങളെല്ലാം എടുത്ത് ഡിക്കിയിലാക്കുന്നു. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് കളയാമല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൊരുമഴ, ഒന്നും പറയാനില്ലാത്ത ഒരു കിടിലം മഴ. പിന്നെ എന്നാ ചെയ്യാൻ, ആ വണ്ടി എടുക്കുക. എനിക്ക് നൈറ്റിന് മുന്നേ തന്നെ നാട്ടിലെത്തേണ്ടതുകൊണ്ട് അപ്പം തന്നെ വണ്ടി എടുത്ത് ഞാനൊരു എരുമേലി വരെ വണ്ടി ഓടിച്ചു. എരുമേലി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊരു മഴ ഒന്ന് ശമിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതങ്ങനെ ഫൈനലി 2.5 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചിറകൻ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എരുമേലി എത്താറായി. 3 കിലോമീറ്ററൂടെ ഉള്ളൂ ഇവിടുന്ന് എരുമേലിക്കും. ഇനി എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നേരെ കുട്ടിക്കാനം പിടിക്കലാണ്. കുട്ടിക്കാനം എന്ന് പറയുമ്പം എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് ഒരു 5-5:30 കൂടി നമുക്ക് കുട്ടിക്കാനം എത്താൻ കഴിയുവാണെങ്കിൽ നൈസ് വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം അത്യാവശ്യം ഒരു 4:30 ടൈം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് കോട മഞ്ഞൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. നമ്മൾ ആ സമയത്ത് നമുക്ക് കുട്ടിക്കാനത്ത് എത്താൻ കഴിയുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. എൻ്റെ യാത്രയെ ഏറ്റവും മനോഹരമാക്കുന്നതും ആ ഒരു കുട്ടിക്കാനം എന്ന് പറയുന്ന പ്ലേസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാന്ന് വെച്ചാൽ ഞാൻ ഒട്ടും മൂഡില്ലാതാണ്, ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഒട്ടും മൂഡില്ലാതാണ് ഞാൻ ഇന്നലെ യാത്ര തുടങ്ങി ഞാൻ ചങ്ങനാശ്ശേരി വരെ ഒട്ടും മൂഡില്ലാതെ വന്ന ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഓൾമോസ്റ്റ് എൻ്റെ ഒന്ന് മൈൻഡൊന്ന് സെറ്റായത്, യാത്ര എന്നുള്ള രീതിയിൽ മൈൻഡൊന്ന് സെറ്റായത്. അതുകൊണ്ട് തന്നെ ഒട്ടും റെഡി അല്ലാതെ ഇറങ്ങിയതുകൊണ്ട് എനിക്കൊന്ന് മൈൻഡ് സെറ്റാക്കാൻ വേണ്ടി ഒരു വൈവുള്ള സ്ഥലം വേണമായിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ എന്നെ കുട്ടിക്കാനം അതിന് സഹായിച്ചേക്കാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ എന്ന് വെച്ചാൽ ഒരു 3 ഗ്ലാസ് ചായ കുടിച്ചതല്ലാണ്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു 5:30 കൂടി കുട്ടിക്കാനം എത്തേണ്ടതുകൊണ്ട് ഞാൻ എന്നാലും ഈ യാത്ര ഇങ്ങനെ തന്നെ തുടരാനാണ് പ്ലാൻ. ഞാനതാണ് എരുമേലി ഈ സ്ഥലത്ത് പ്ലാച്ചേരി എന്ന് പറയും, ഇവിടെ ഒരു 10-20 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ ഓർത്തത്. ഇനി നേരെ ഒറ്റപ്പെടുത്താൻ ഞാൻ കുട്ടിക്കാനത്ത് പിടിക്കുവാണ്. എന്നാലും ഞാൻ കഴിക്കുന്നുണ്ട് കുട്ടിക്കാനോ ഇല്ലെങ്കിൽ കുട്ടിക്കാനം എനിക്ക് എന്നാലും കുട്ടിക്കാനം ചെല്ലണം, കുട്ടിക്കാനം ചെന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്നൊരു പ്ലാനിലാണ്. അതിന് മുന്നേ എന്തെങ്കിലും എനിക്ക് കഴിക്കണം എന്ന് തോന്നിയ സ്ഥലം വല്ലതും കണ്ടാലേ ഞാൻ കഴിക്കാൻ സാധ്യതയുള്ളൂ ഗൈസ്. അപ്പോൾ എന്നാലേ നമുക്ക് കുട്ടിക്കാനത്ത് വെച്ച് കാണാവേ. കുട്ടിക്കാനം അല്ലെങ്കിൽ വളഞ്ഞങ്ങാനം അവിടെ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് ഞാൻ നിർത്തത്തുള്ളൂ എന്ന് പ്ലാൻ ചെയ്താണ് ഞാൻ എരുമേലിയിൽ നിന്ന് വണ്ടി എടുക്കുന്നത്. പക്ഷേ ഇതുപോലെ ചില സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ടങ്ങ് വണ്ടി നിർത്തിപ്പോകും. ചില സ്ഥലങ്ങൾ നമ്മളെ നിർത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ വളഞ്ഞങ്ങാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തിയൊരു ചായ കുടിച്ചിട്ട് പോയില്ല എങ്കിൽ നമുക്ക് വമ്പ നഷ്ടമാണ്. കാരണം ഈ ഒരു ഫീലിൽ നിന്നൊരു ചൂടൻ ചായ കുടിക്കുക എന്ന് പറയുന്നത് എന്താണ് ഒന്നും പറയാനില്ലാത്തൊരു അപാര ഫീല് തന്നെയാണ്. കാഴ്ച അങ്ങനെ നമ്മുടെ കുട്ടിക്കാനം നമ്മളെ അതിവിദഗ്ധമായിട്ട് തന്നെ തേച്ചു. ഇവിടെ കോടയില്ല, ഒന്നുമില്ല. ഞാനോർത്ത് മഞ്ഞൊക്കെ തുടങ്ങി, മഴയൊക്കെ ആയതുകൊണ്ട് മഞ്ഞൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണുമെന്ന് ഓർത്താണ് വന്നത്. പക്ഷെ മഞ്ഞൊന്നുമില്ല. പിന്നെ മഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ തൊട്ടടുത്താണ്, പക്ഷെ എൻ്റെ തൊട്ടടുത്ത് കിട്ടിയില്ല എങ്കിൽ പോലും അങ്ങ് വിദൂരതയിൽ ഞാൻ എന്തൊക്കെയോ കാണുന്നു. അത്യാവശ്യം നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ മൺസൂണൊക്കെ തുടങ്ങിയതിന് ശേഷം, അതായത് മൺസൂൺ തുടങ്ങി കുറച്ചായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ് എവിടെ നോക്കിയാലും. പിന്നെ ഈ റോഡിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം നൈസായിട്ട് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്ന റോഡിൽ ഒന്ന് 60-50 ആ ഒരു സ്പീഡിൽ നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നാലും ഇവിടെ വരെ വലിച്ചു പിടിച്ച് വന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുട്ടിക്കാനം തേച്ചു. ഇനിയിപ്പം എവിടെ നിന്ന് എനിക്ക് മഞ്ഞ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ യാത്ര എന്നാലും ഞാൻ ഇവിടെ വന്ന് ആസ്വദിച്ചു കേട്ടോ. അപ്പോൾ വളഞ്ഞങ്ങാനത്ത് വെച്ച് ഞാൻ ആസ്വദിച്ചു. കാരണം ഞാനൊന്ന് നെഞ്ചിടിച്ചു പോയ നിമിഷങ്ങളായിരുന്നു വളഞ്ഞങ്ങാനത്ത് വെച്ച്. എൻ്റെ വണ്ടിയുടെ താക്കോല്
ഒരു കുരങ്ങ് വന്ന്, അതായത് സീറ്റ് ഞാൻ കാണിച്ചു തരാവേ. ഈ സാധനം വണ്ടി ഇതിലിരിക്കുന്നത് കണ്ടിട്ട്, സീറ്റിലിരിക്കുന്നത് കണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് കുരങ്ങ് മറ്റേ കൈ കൊണ്ട് ഇതുണ്ടോ, ഇത് കിള്ളിപ്പൊളിച്ചപ്പോൾ ഞാനൊന്ന് കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചു, കുരങ്ങെന്നുള്ള രീതിക്കാർ കുരങ്ങിനെ ആക്ഷൻ കാണിച്ചപ്പോഴത്തേക്കും കുരങ്ങിൻ്റെ താക്കോലിട്ടൊരു പിടി. ഉയ്യോ, എൻ്റെ ചങ്കൊന്ന് കത്തി. ആ കുരങ്ങുമല്ല ആ താക്കോൽ എടുക്കുമായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വണ്ടി അവിടെ വെക്കുക, അടുത്ത ബസ് കയറി വീട്ടിൽ പോവുക. എന്നായാലും ഇത്രയും താമസിച്ചു, ഒരു ദിവസത്തോടെ താമസിച്ച് വീട്ടിലെ സ്പെയർ കീ എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാമെന്നൊരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ നാളെ വരുമ്പം വണ്ടിയുടെ സീറ്റ് ഒരെണ്ണം ഞാൻ പുതിയത് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടി വന്നേനെ. കാരണം എന്തോ ഇവിടുത്തെ കുരങ്ങിന് തീറ്റ സാധനങ്ങളെക്കാൾ കൂടുതൽ വണ്ടികളോടും വണ്ടിയിൽ നശിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളോടുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനവിടെ ഇരുന്നപ്പം തന്നെ വണ്ടിയുടെ ഉള്ളിലേക്കൊക്കെ, അതായത് കാറിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ കുരങ്ങെന്നൊക്കെ പറയുന്നത്. ഏക പ്രതീക്ഷ ഏലപ്പാറയായിരുന്നു. പക്ഷേ നമ്മളെ ഏലപ്പാറയും സന്തോഷപ്പെടുത്തിയിരിക്കുകയാണ് തെളിഞ്ഞ ആകാശം കൊണ്ട്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കാഴ്ചെങ്കിലും കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഈ ഒരു ടീ എസ്റ്റേറ്റ്, അതൊരു ടൈഫോൺ എന്ന് പറയുന്നൊരു ഈ കമ്പനിയുടെ ഒരു എസ്റ്റേറ്റാണ്. എന്തായാലേ ഞാൻ ഇതിന് മുന്നേ കണ്ടേക്കുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് ഇമാതിരി ഒരു സാധനം കണ്ടേക്കുന്നത്. കാരണം തേയിലത്തോട്ടത്തിനിടയിൽ കൂടെ ഒറ്റവരി പാത. പക്ഷേ ഇത് നമ്മുടെ ഏലപ്പാറ വാഗമണ്ണ് റൂട്ടാണിത്. ഈ കാണുന്നത് ഇവിടെയും നമുക്ക് ലഭിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇതൊരു അപാര കാഴ്ച തന്നെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നേരിട്ട് അനുഭവിക്കുമ്പോഴത്തേക്ക് ഒന്നും പറയാനില്ലാത്ത ഫീലാണ്. കാരണം ഞാൻ എന്തോ പ്രതീക്ഷിച്ചു വന്നു, പക്ഷേ എനിക്ക് വേറെന്തോ കിട്ടി. കാഴ്ച 2.5 മാസത്തെ ഗ്യാപ്പിന് ശേഷം ചെറുക്കൻ എന്തൊക്കെയോ എനിക്ക് തരുന്നുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടുകാരൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവരൊക്കെ പോയി കഴിയുമ്പം അവരുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ ഇവനെ വല്ലാണ്ട് ഞാൻ മിസ് ചെയ്യാറുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഇവൻ ഉണ്ടായിരുന്നപ്പം എനിക്കൊന്നും അറിയണ്ടായിരുന്നു. എനിക്ക് മനസ്സിനൊരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ഞാൻ ഇവനെ എടുക്കുന്നു, എനിക്ക് തോന്നുന്ന വഴിയെ ഞാൻ വണ്ടി ഓടിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇവനില്ലായിരുന്ന 2.5 മാസ കാലയളവെന്ന് പറയുമ്പം എൻ്റെ പൊന്നു, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ അടയ്ക്കപ്പെട്ട് പോയ പോലെ ആയിപ്പോയി. കാരണം എനിക്കങ്ങ് പോകാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായ കാര്യങ്ങളിൽ സമയം തികയുന്നില്ല. കാരണം ഇവനുണ്ടായിരുന്ന സമയം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ആ ഒരു ചിട്ടയിൽ ജീവിച്ചേക്കുന്നത് കൊണ്ട് ഇവനില്ലാതായി കഴിഞ്ഞപ്പം എനിക്ക് എൻ്റേതായ സമയത്ത് എനിക്ക് എങ്ങും ഓടിയെത്താൻ പറ്റാനുള്ളായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കറക്റ്റായിട്ടുണ്ട്. ഞാൻ 5:30 കുട്ടിക്കാനം വരണമെന്ന് വിചാരിച്ചു. ഞാൻ 5:30 തന്നെ കുട്ടിക്കാനം വന്നു. 5:30 മുന്നേ ഞാൻ കുട്ടിക്കാനം വന്നു. എൻ്റെ വിശപ്പ് ഇവൻ എന്നെ ശമിപ്പിക്കാൻ പഠിപ്പിച്ചു. കാരണം കുട്ടിക്കാനത്ത് എന്തോ നിന്നെ കാത്തിരിപ്പുണ്ട്, പക്ഷേ ഒന്നും ഇല്ലായിരിക്കാം, പക്ഷേ എന്തോ നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഉച്ചക്കത്തെയും രാവിലത്തെയും വിശപ്പ് എന്നെ സഹിക്കാൻ പഠിപ്പിച്ചു. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയോ എനിക്ക് ഈ ചെറുക്കൻ ഈ ഒരു ദിവസം കൊണ്ട് തന്നു എന്നുള്ളത്. ഇതായിരുന്നു ഈ 2 ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. ഇനിയിപ്പം പോയി ഒരു ഉറക്കമൊക്കെ ഉറങ്ങുക. ഇനി തിങ്കളാഴ്ച എനിക്ക് തൊടുപുഴ പോകണം. അപ്പം ആ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതും എന്തെങ്കിലുമൊക്കെ കാണും. കാരണം തൊടുപുഴ ചുമ്മാ പോകാനല്ല ഉദ്ദേശിച്ചേക്കുന്നത്. എനിക്കൊരു ചെറിയൊരു സ്ഥലം കാണണം എന്നൊരാഗ്രഹമുണ്ട്. അവിടെയും കൂടെ പോയിട്ട്, കാരണം തൊടുപുഴ ഷോറൂമിൽ പോകുന്ന വഴിക്ക് ആ സ്ഥലമോടെ കണ്ടിട്ടേ മിക്കവാറും തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു കിടിലം വ്ളോഗായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം. കാരണം ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്, ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ഞാൻ പിടിച്ചോളും. അപ്പം ശരി, എന്നാൽ ബൈ.